നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ശരാശരി സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് 4ഉം 5ഉം കളർ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ തേച്ചു പിടിപ്പിച്ചിട്ടാണ്. ആദ്യം അവർ പൊട്ടിയിടണം മുഖത്താകെ, അത് പറഞ്ഞു പോകാതിരിക്കാൻ സ്പ്രേ അടിക്കണം. 2, അതിന് തിളക്കം കിട്ടാൻ വേറൊരു സാധനം പൂശണം. 3, പിന്നെ കണ്ണിന് ചുറ്റുറം കറുപ്പ് പെയിന്റ് അടിക്കണം. 4, പിന്നെ ഇവിടൊക്കെ വേറെ കളർ, ചുണ്ടിന് വേറെ കളർ. 5ഉം 6ഉം സാധനം. അതിന്റെ പുറമെ 2, 3 പെർഫ്യൂമുകൾ. ഒരു കുട്ടിക്ക് ഇസ്ലാമിക ബോധം വന്ന് അവളുടെ മുഖം മറച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ ഫെയർ ലവ്ലിയുടെ എത്ര ട്യൂബ് വിതരണം ചെയ്യാതെ പോകുമെന്ന് ആലോചിച്ചു. ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു പെൺകുട്ടി ലിബറലിസം കയറി ആണാവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി പെണ്ണാവാൻ തീരുമാനിക്കുന്നു, ചുരുങ്ങിയത് മേജർ സർജറികൾ 12 വേണം. അനുബന്ധമായി പ്ലാസ്റ്റിക് സർജറികൾ വേറെ. 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണം, തുടരണം. നല്ല കോസ്റ്റ്ലിയാണ്. ഓരോ ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ മുമ്പിലും 3 ടെസ്റ്റ് നടത്തണം. ഇനി സർജറി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു കോലം മാറി എന്ന് സങ്കല്പിക്കുക. മരിക്കുവോളം യഥാസമയം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. നൈസർഗികമായി ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഹോർമോണുകൾ ആണിൻ്റെതും പെണ്ണിൻ്റെതുമാകും. അതിനെ ഓവർകം ചെയ്യും വിധത്തിൽ കൃത്രിമമായ ഹോർമോണുകൾ കുത്തിച്ചേർത്തുകൊണ്ടേയിരിക്കണം. 1 2 മാസങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരുന്നാൽ അതുവരെ മികപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ ചുങ്ങിപ്പോകും. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു സർജറിക്ക് എത്രമേൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണം, ആശുപത്രിവാസം വേണം, നൂല് വേണം, കത്രിക വേണം, മെഡിസിനുകൾ വേണം, കുറേ സംഗതികൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെൻസസ് പേഡുകൾ പോലും ധാരാളം വേണം. നമ്മൾ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. മെൻസസ് പേഡുകൾ ധാരാളം വേണം. എന്തേ കാര്യം? സർജറി നടത്തിയതിന്റെ മുറിവ് സാധാരണഗതിയിൽ മാറാറില്ല. എത്രയോ ട്രാൻസ്വുമനുകൾ നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സെലിബ്രിറ്റി ആയിരുന്നു അനന്യകുമാരി അലക്സ്. ഭയങ്കര മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അവർ, പക്ഷേ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം പറഞ്ഞത്? ഈ പെണ്ണിന്റെ കോലത്തിലാവാൻ നടത്തിയ ശസ്ത്രക്രിയകളുടെ കഠിനമായ വേദന മാറുന്നില്ല എന്ന് പറഞ്ഞതൊന്ന്. രണ്ടാമത്തേത്, ഡെയിലി 18ഉം 19ഉം മെൻസസ് പാഡ് യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അത്രമേൽ ബ്ലീഡിങ്. വിശദീകരിക്കാൻ സമയത്തിന് പരിമിതിയുണ്ട്. അത്രമേൽ ബ്ലീഡിങ്. മൂന്നാമത്, മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇസ്ലാം ഇങ്ങനെയൊരു അതിക്രമം സ്വന്തം ശരീരത്തോട് പാടില്ലെന്ന് പറയുമ്പോ ക്യാപിറ്റലിസ്റ്റുകളുടെ വലിയ നിധി കുംഭങ്ങളിൽ കുമിഞ്ഞുകൂടേണ്ട കുറെ ഡോളറുകൾ നഷ്ടപ്പെടുന്നു. മനുഷ്യന്മാർ മൃഗീയമായി തോറ്റിട്ടാണെങ്കിലും കഠിനമായ വിഷമങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പണം വേണം, പണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പ്രചരിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് ലിബറലിസം? സർവതന്ത്ര സ്വതന്ത്രവാദം. 1789 ഫ്രാൻസിലും അതിന്റെ കോളനി പ്രദേശങ്ങളിലും ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം നീണ്ടു നിന്നു അത്. തുടർന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെയും എത്തി. അദ്ദേഹത്തിന്റെ ഭരണം എത്തിയ ഇടങ്ങളിലെല്ലാം ഈ ലിബറലിസം പ്രചരിച്ചു വന്നു. സർവതന്ത്ര സ്വാതന്ത്ര്യവാദം. ഒരാളും എന്നെ നിയന്ത്രിക്കരുത് എന്നതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദൈവമോ മതമോ ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെയോ അവര് തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന്. അതിന്റെ ഭാഗമായാണ് പെൺകുട്ടികൾ ആൺകുട്ടികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ മാറിക്കൊണ്ടിരിക്കുന്നത്. മാറാൻ പറ്റൂല്ല എന്നതൊക്കെ വേറൊരു കാര്യം. പറഞ്ഞല്ലോ ഞാൻ, അതിലേക്ക് ആഴത്തിൽ ഞാൻ പ്രവേശിക്കല്ല. പരിശുദ്ധ ഇസ്ലാം ഇത്തരം തോന്നിവാസങ്ങളെ എതിർക്കുന്നു. ഇത് മാത്രമല്ല, LGBTQI പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്ന വേറൊരു തോന്നിവാസമുണ്ട്. അങ്ങനെയൊക്കെ പറയാവുന്നതാണ് പല ആളുകളുടെയും വിചാരം. പറഞ്ഞേ തീരൂ. നമ്മുടെ ഭാവി തലമുറയിലേക്ക് ഇത്തരം വൃത്തികേടുകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ കാവൽ നിന്നേ തീരൂ. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വേദികളിലും ഒച്ചയിട്ടേ തീരൂ. ഈ ചമ്മാടിലാണ് വലിയൊരു ഉലമാക്കളുടെ മദ്രസയിലെ ഉസ്താദുമാർ ഏകദേശം പരിസരത്തുള്ള മൊത്തം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഓഡിറ്റോറിയത്തിലെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ അനുജൻ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് കല്യാണം ആലോചിക്കേണ്ട, എറണാകുളത്തുള്ള എൻ്റെ ഒരു ആൺ സുഹൃത്തുമായി ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ വിഷമത്തെക്കുറിച്ച്. എന്താ ചെയ്യാന്നാണ്. ഞാനും സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ മൂപ്പരെ കിട്ടൂല എന്ന് പറഞ്ഞു. ഫോൺ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യൂല എന്നും പറഞ്ഞു. ഇനി ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെയും ഇത്തരം സംസാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരത് കട്ടാക്കും, പിന്നെ ആ നമ്പർ ബ്ലോക്ക് ആക്കും. എന്താ ചെയ്യണ്ടു? മെട്രോ സിറ്റിയിലെ കഥയല്ല ഞാൻ പറയണത്. 25,000-ലേറെ ഔദ്യോഗിക സെക്സ് വർക്കേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോണഗച്ചി തെരുവിനെ കുറിച്ചല്ല ഞാൻ പറയണത്. നമ്മുടെ ചമ്മാടിനെയും തിരൂരങ്ങാടിയെയും കുറിച്ച്, നമ്മുടെ ഓരോ പ്രദേശങ്ങളെയും കുറിച്ച് തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസമയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം 7 ഈ കൊച്ചു കേരളത്തിൽ. 7. അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അറുത്ത ആഷിക്കുണ്ട്, അപ്പനെ ചവിട്ടിക്കൊന്നവനുണ്ട്. ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാന്ന് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്ത് വീടിന് തീ കൊളുത്തി ദാരുണമാം വിധം മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു? ചിലർ സംഭവമൊന്നുമല്ലല്ലോ കേൾക്കുന്ന വാർത്തകൾ. അന്യന്റെ ദുഃഖത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പേപ്പട്ടിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് 10-15 ആളുകൾ ചേർന്ന് വലിയ കമ്പിപ്പാരയും പട്ടിക കഷ്ണവുമായി തുരുതുര ആഞ്ഞടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോസും നമ്മളൊക്കെ കണ്ടു. മസ്തിഷ്കം മരവിച്ചു പോകുന്നു. മനുഷ്യത്വം എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും നൽകാതെ 10-15 ആളുകൾ വളഞ്ഞു നിൽക്കുന്നു. ഓഹരി വെച്ച് തല്ലിക്കൊണ്ടിരിക്കുന്നു. പേപിടിച്ച പട്ടിയല്ല, സഹപാഠിയെ. 26ാം നിലയിൽ നിന്ന് ചാടിയാണ് ഒരു വിദ്യാർത്ഥി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തത്. 26ാം നിലയിൽ നിന്ന് ചാടിയിട്ട്. വലിയ സമ്പന്നന്മാർ മക്കളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ഗ്ലോബൽ സ്കൂൾ. അവന്റെ സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ അമർത്തി വെച്ച് ഫ്ലഷ് അടിച്ചതിന്റെ ദുഃഖം കൊണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്രമേൽ ക്രൂരം! എത്രമേൽ ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മലയാളികൾ മാറുന്നു. സഹപാഠിയെ കൊണ്ടുപോകുന്നു, ക്ലോസറ്റിൽ വീഴ്ത്തുന്നു, എന്നിട്ട് ചവിട്ടി പിടിച്ചവന്റെ തല ആ ക്ലോസറ്റിലേക്ക് അമർത്തി വെക്കുന്നു, എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളിച്ച് രസിക്കുന്നു. മതം വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ യുക്തിവാദം പ്രചാരം വന്നതിന്റെ ഫലം കണ്ടു തുടങ്ങുകയാണ് നമ്മൾ. ആ രീതിയിൽ അതിനെ വായിക്കാൻ പലർക്കും മടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച്, ശരീരം വെട്ടിമുറിച്ചിട്ട് മറ്റൊന്നാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ച്, നിത്യരോഗം തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോടതിയുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ മനുഷ്യർക്ക് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ആളില്ലാതെ പോകുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം.